ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് തന്നെ തന്നെ സ്നേഹിക്കുന്നവൻ സ്വേച്ഛാധിപത്യത്തിലേക്കും തകർച്ചയിലേക്കും പോകാൻ പറയുന്ന കാരണം? അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു, തന്നെ തന്നെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം തന്നെ തന്നെ മാത്രം സ്നേഹിക്കുന്നവൻ അവൻ ദൈവഭയമില്ലാതെ എന്തും ചെയ്യും. കാരണം അവൻ ദൈവമാണെന്ന ചിന്തയിലൂടെ എന്തു അതിക്രമവും ദൈവത്തോടു കൂടി ചെയ്യാതെ സ്വന്തം ചെയ്യുന്നത് കൊണ്ടാണ് നശിക്കുന്നത്. ലോക ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, സ്വേച്ഛാധിപതികളായിരുന്ന ഹിറ്റ്ലറും അലക്സാണ്ടർ ചക്രവർത്തി അത്രയ്ക്കുമല്ലെങ്കിലും അദ്ദേഹവും അങ്ങനെ അനേകം വ്യക്തികൾ തങ്ങളുടെ ഗുണ്ടായുസത്തിലൂടെ പല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അവരുടെ സാമ്രാജ്യങ്ങളെല്ലാം തകർക്കപ്പെട്ടു. എന്നാൽ ഇന്നും നിലനിൽക്കുന്ന സത്യസാമ്രാജ്യം ക്രിസ്തുവിൻ്റേതായിരുന്നു, ക്രിസ്തുവിൻ്റേതാണ്, ക്രിസ്തുവിൻ്റെ തന്നെയാണ്, അത് ദൈവം തന്നെ ആയതുകൊണ്ടാണ്. കാരണം അവൻ പിതാവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കർമ്മം ചെയ്തതിന് ഫലമായി അവൻ ദൈവം തന്നെയായി തീർന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ തന്നെ സ്നേഹിക്കാതെ ദൈവത്തിന് സ്ഥാനം കൊടുത്തതിന് ശേഷം തന്നെ സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ അവൻ ഏത് ഉയരത്തിലും എത്തിച്ചേരും. അല്ലെങ്കിൽ അല്ലാത്തവ സ്വേച്ഛാധിപത്യത്തിലൂടെയും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും തൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മതപ്രസ്ഥാനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭവനം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. വരും കാലങ്ങളിൽ നിങ്ങൾ ഈ ഭൂമുഖത്ത് നിങ്ങളുടെ പേര് പോലും ഉണ്ടാവുകയില്ല. ആയതിനാൽ സത്യം, നീതി, സ്നേഹം, കരുണ, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ ചൈതന്യത്തോടു കൂടി ദൈവത്തോടൊത്ത് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾ അടിത്തറ എത്ര ശക്തമായ കാറ്റടിച്ചാലും തകരുകയില്ല. ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ഇമ്മാനുവേൽ. ആയതിനാൽ ഈ ചിന്ത ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. ഏതുകൂടിയാണ് പോകുന്നതെന്നും ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ വിഭാഗങ്ങളും ചിന്തിച്ചാൽ അവർക്ക് നല്ലതായിരിക്കും. ദൈവത്തിന് നന്ദി. അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു നല്ല രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു നല്ല സമുദായം കെട്ടിപ്പടുത്തുയർത്തുവാൻ നമുക്ക് കഴിയണം. ആയതിനാൽ വരും കാലങ്ങളിൽ അത്തരത്തിൽ തങ്ങളോട് ചേർത്ത് നിർത്തുന്നവരെ, സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ, മതേതരത്തിലൂടെ കടന്നു പോകുന്നവരെ മാത്രം വിജയിപ്പിച്ച് അടിത്തറ പാകുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.